ഗസയിൽ ഹമാസിനോടുള്ള കരയുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ട്. ബുധനാഴ്ച ഹദാഷ ആശുപത്രിയിലാണ് സംഭവമെന്ന് ഇസ്രായേലിലെ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഹദാഷ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ സമയം മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയെ കാണണോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. പേര് വെളിപ്പെടുത്താത്ത സൈനികൻ പറഞ്ഞതാണിത്. പരിക്കേറ്റ 18 സൈനികരിൽ 15 പേരും തങ്ങളുടെ മുറിയിലേക്ക് പ്രധാനമന്ത്രി വരേണ്ട എന്ന നിലപാടാണ് എടുത്തത്. നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജെറുസലേമിലാണ് ഞാനുള്ളത്. ഇവിടെ മാറ്റം പ്രകടമാണ്. ലിക്വിഡ് പാർട്ടിയുടെ കാലം അവസാനിക്കുകയാണെന്നാണ് സൈനികൻ വ്യക്തമാക്കിയത്. അതേസമയം സംഭവം ആശുപത്രി വൃത്തങ്ങൾ നിഷേധിക്കുകയാണുണ്ടായത്. നെതന്യാഹു പരിക്കേറ്റവരുടെ അടുത്തേക്ക് വന്നു. അവർ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പരിക്കേറ്റ സൈനികരോട് പറഞ്ഞതായും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. കഴിഞ്ഞയാഴ്ചയും നെതന്യാഹുവിനെ പരിക്കേറ്റ സൈനികർ കാണാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തെൽ അവീവിലെ ഷേബ മെഡിക്കൽ സെന്ററിലായിരുന്നു അന്ന് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹമാസിന്റെ ആക്രമണത്തിൽ ഇതുവരെ 164 പേർ കൊല്ലപ്പെട്ടതായും 874 പേർക്ക് പരിക്കേറ്റതായും അറിയിച്ചിരുന്നു. ഇതിൽ 329 പേർക്ക് ഗുരുതര പരിക്കാണുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. കൂടാതെ പരിക്കേറ്റ സൈനികർക്ക് സർക്കാർ മതിയായ പരിചരണം നൽകുന്നില്ലെന്ന വിമർശനവും ഉയർന്നുവരുന്നുണ്ട്.